BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരം ഫ്രാൻസിലെത്തിയ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തി. പാരീസിലെ എലിസി കൊട്ടാരത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഔദ്യോഗിക ബഹുമതികളോടെ കൊട്ടാരത്തിലേക്ക് നയിച്ച ഹമദ് രാജാവിനെ ഫ്രഞ്ച് പ്രസിഡന്റ് സ്വീകരിച്ചു. ക്ഷണത്തിനും ഊഷ്മള സ്വീകരണത്തിനും പ്രസിഡന്റ് ഹമദ് രാജാവിന് നന്ദി അറിയിച്ചു. കൂടാതെ ബഹ്റൈനും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രസിഡന്റിന്റെ ശ്രമങ്ങളെയും ഹമദ് രാജാവ് പ്രശംസിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തവും സഹകരണവും ഇരു നേതാക്കളും അവലോകനം ചെയ്യുകയും വിവിധ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ബഹ്റൈനും ഫ്രാൻസും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളിൽ ഇരു നേതാക്കളും അഭിമാനം പ്രകടിപ്പിച്ചു. പരസ്പര താൽപര്യങ്ങളും നേട്ടങ്ങളും കൈവരിക്കുന്നതിന് സഹകരണം വിശാലമാക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധതയും ഇരുവരും ഉറപ്പുവരുത്തി. അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ബഹ്റൈൻ ഫ്രാൻസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഹമദ് രാജാവിന്റെ പങ്കിനെ മാക്രോൺ പ്രശംസിക്കുകയും മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നതിനുള്ള ബഹ്റൈന്റെ തുടർച്ചയായ സഹകരണത്തെയും ശ്രമങ്ങളെയും അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് രജിസ്റ്റർ ചെയ്യുന്ന വാഹനങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 2024 ആകെ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തത് 17,585 വാഹനങ്ങളാണ്. 2023 അപേക്ഷിച്ച് 2,386 വാഹനങ്ങളുടെ വർധനയാണ് കഴിഞ്ഞ വർഷമുണ്ടായത്. ഇതോടെ രാജ്യത്തുള്ള ആകെ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ എണ്ണം 7,68,299 ഉയർന്നു. വർഷത്തിന്റെ തുടക്കം മുതലേ രജിസ്ട്രേഷൻ കണക്കുകൾ വർദ്ധിക്കുന്ന കാഴ്ചയായിരുന്നു. 2024 ജനുവരിയിൽ 7,50,714 വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നത്. എന്നാൽ അന്തിമ കണക്കിലെത്തിയപ്പോൾ 7,68,299 എന്ന നമ്പറിലേക്ക് ഉയർന്നു. കഴിഞ്ഞ 3 വർഷ കാലയളവിലെ ഏറ്റവും ഉയർന്ന കണക്ക് കൂടിയാണിത്. എന്നാൽ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണത്തെ തുടർന്ന് വരുന്ന റോഡിലെ തിരക്കും സമ്മർദ്ദങ്ങളും ആശങ്ക ഉയർത്തുന്നുണ്ട്. എന്നാൽ റോഡിലെ വാഹനങ്ങളുടെ സുഗമമായ സഞ്ചാരവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾക്കും നിർദ്ദേശങ്ങൾക്കും ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ ട്രാഫിക് കൗൺസിൽ യോഗത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ സാധുതകളെ പരിശോധിക്കാൻ ഒരു കൺസൾട്ടിംഗ് സ്ഥാപനത്തെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്മാർട്ട് ഗതാഗത സംവിധാനങ്ങൾ നടപ്പാക്കുക, ഡിജിറ്റൽ സേവനങ്ങളുടെ വിപുലീകരണം, പൊതു റോഡുകളിലെ വാഹനങ്ങളുടെ ആയുസ്സും അവയുടെ പ്രവർത്തന പരിധി നിർണ്ണയിക്കുന്നതിനുള്ള പഠനങ്ങൾ, അനധികൃത പാർക്കിങ്ങുകൾ നിരുത്സാഹപ്പെടുത്തുക, മികച്ച ട്രാഫിക് ബോധവൽക്കരണം നൽകുക, വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സ്കൂൾ പരിസരങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കുക മുതലായവയും റോഡ് സുരക്ഷയ്ക്കായുള്ള നിർദ്ദേശങ്ങളിൽ ഉൾപ്പെട്ടവയാണ്. കൂടാതെ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കാനുമായി നിരവധി റോഡ് വികസനങ്ങളും മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ട്. അൽ ഫത്തേ ഹൈവേ നവീകരണം, ജനാബിയ ഹൈവേ 3 വരിപ്പാതയാക്കൽ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. യാത്രക്കാരന്റെ ഐഫോൺ മോഷ്ടിച്ച യുവാവിന് 3 വർഷത്തെ തടവിന് വിധിച്ച് ക്രിമിനൽ കോടതി. കിങ് ഫഹദ് കോസ്വേയിൽ വഴി ചോദിക്കാൻ വാഹനം നിർത്തിയ യാത്രക്കാരനിൽ നിന്നാണ് പ്രതി ഐഫോൺ തട്ടിയെടുത്തത്. 28-കാരനായ സ്വദേശി പൗരനാണ് പ്രതിയെന്നും മറ്റു പ്രതികളെ കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് വിവരം. കൊള്ളയടിക്കപ്പെട്ട ഫോൺ ഒരു കടയിൽ 10 ദിനാറിന് മറിച്ചുവിറ്റിരുന്നു. അവിടെ വെച്ചാണ് പ്രതികളെ തിരിച്ചറിയാൻ സഹായകമായത്. ബഹ്റൈനിലെ പാലക്കാട്ടുകാരുടെ കുടുംബ കൂട്ടായ്മയായ പാലക്കാട് പ്രവാസി അസോസിയേഷൻ വിന്റർ വണ്ടർ സീസൺ 2 എന്ന പേരിൽ ഡെസേർട്ട് ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജനുവരി 30 വൈകിട്ട് 7 മുതൽ സാക്കിർ ക്യാമ്പിംഗ് സൈറ്റിലെ ടെന്റിൽ തനത് അറേബ്യൻ ശൈത്യകാല ശൈലിയിൽ ഒരുക്കുന്ന ക്യാമ്പിൽ പ്രാദേശിക രുചികളിൽ ഒരുക്കുന്ന വിവിധയിനം ഗ്രില്ലുകൾ, പാനീയങ്ങൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ ഭക്ഷണവും വിവിധയിനം കളികൾ, അറേബ്യൻ നൃത്തം, മറ്റംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും. പ്രവേശനം മുൻകൂട്ടിയുള്ള രജിസ്ട്രേഷൻ മുഖാന്തരം നിയന്ത്രിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് കോർഡിനേറ്റർ വിനോദ് കുമാർ, ജയറാം രവി, അബ്ദുൽ ഹക്കീം എന്നിവരെ ബന്ധപ്പെടുക. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം 76ാമത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തിന്റെ ഭാഗമായി സൽമാനിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെ സഹായത്തോടെ 8ാമത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. 3 മാസം തോറും KPF നടത്തിവരുന്ന രക്തദാന ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുക്കുകയും അടിയന്തര ഘട്ടങ്ങളിൽ രക്തം ആവശ്യമുള്ളവർ KPF ചാരിറ്റി വിംഗ് കൺവീനർ സജിത് വെള്ളിക്കുളങ്ങരയെ സമീപിക്കാമെന്നും പ്രസിഡന്റ് സുധീർ തിരുനല്ലതും ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9733627051. KMCC ബഹ്റൈൻ പാലക്കാട് ജില്ലാ പ്രവർത്തക സമിതി അംഗം കബീർ നെയ്യൂരിന്റെ ഭാര്യ മാതാവ് പട്ടാമ്പി പരേതനായ പാലത്തിങ്കൽ ആലി എന്നിവരുടെ ഭാര്യ ഫാത്തിമയുടെ നിര്യാണത്തിൽ അനുശോചിച്ച KMCC ബഹ്റൈൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി KMCC ബഹ്റൈൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഇൻമാസ് ബാബു പട്ടാമ്പി, ജില്ലാ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി അനസ് നാട്ടുകല്ലും മറ്റ് ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു.
ന്യൂ മിലേനിയം സ്കൂൾ ബഹ്റൈൻ ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നടന്ന പരിപാടികൾ നൃത്തങ്ങൾ, ഗാനാലാപനം, പ്രസംഗം, നാടകങ്ങൾ എന്നിവ അരങ്ങേറി. വിദ്യാർത്ഥികളിൽ ദേശീയബോധവും ബഹുമാനവും നിറഞ്ഞു നിൽക്കുന്ന തരത്തിലായിരുന്നു പ്രകടനങ്ങൾ. മാതൃരാജ്യത്തിന്റെയും ബഹ്റൈന്റെയും സംസ്കാരവും സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെ മനസ്സിലാക്കി വിദ്യാർത്ഥികളിൽ ദേശീയബോധവും ബഹുമാനവും നിറഞ്ഞു നിൽക്കുന്ന തരത്തിലായിരുന്നു പ്രകടനങ്ങൾ. മാതൃരാജ്യത്തിന്റെയും ബഹ്റൈന്റെയും സംസ്കാരവും സമ്പന്നമായ പൈതൃകം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയ വിദ്യാർത്ഥികൾ പ്രതിജ്ഞ ചൊല്ലി. റിപ്പബ്ലിക് ആഘോഷവുമായി ബന്ധപ്പെട്ട് അലങ്കരിച്ച സ്കൂൾ വിദ്യാർത്ഥികളിലും കാഴ്ചക്കാരിലും ദേശീയബോധത്തെ ഉണർത്തിക്കൊണ്ടിരുന്നു. ഇന്ത്യയുടെ ആമുഖം വായിച്ചും മാതൃരാജ്യത്തെക്കുറിച്ച് സ്വന്തമായി രചിച്ച കവിതകൾ വായിച്ചും പതാക അലങ്കരിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ നടത്തിയും വിദ്യാർത്ഥികൾ ആഘോഷം അവിസ്മരണീയമാക്കി. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സയിലുള്ള സംവിധായകൻ ഷാഫിയുടെ നില ഗുരുതരം. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലുള്ള ഷാഫി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഈ മാസം 16-നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത തലവേദനയെ തുടർന്ന് ചികിത്സ തേടിയ ഷാഫിക്ക് ആന്തരിക രക്തസ്രാവം കണ്ടെത്തുകയും അടിയന്തര ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തിരുന്നു. എം.വി. ഗോവിന്ദൻ അടക്കമുള്ള പ്രമുഖർ ആശുപത്രിയിലെത്തി ഷാഫിയെ കണ്ടു മടങ്ങി. ബന്ധുക്കളും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആശുപത്രിയിലുണ്ട്. സംവിധായകന് സാധ്യമായ ചികിത്സയെല്ലാം നൽകുന്നുവെന്ന് ഇന്നലെ ബി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. 2001 പുറത്തിറങ്ങിയ വൺമാൻ ഷോയിലൂടെയാണ് ഷാഫി സംവിധാന രംഗത്തെത്തിയത്. കല്യാണരാമൻ, പുലിവാൽ കല്യാണം, തൊമ്മനും മക്കളും, മേരിക്കുട്ടൊരു കുഞ്ഞാട്, മായാവി അടക്കം നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുണ്ട്. സംവിധായകൻ റാഫിയുടെ സഹോദരനാണ് ഷാഫി. 2022 പുറത്തിറങ്ങിയ ആനന്ദം പരമാനന്ദമാണ് അവസാന സിനിമ. തമിഴിലും സിനിമകൾ ഒരുക്കിയിട്ടുണ്ട്. വയനാട് മാനന്തവാടിയിൽ കടവയുടെ ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നഗരസഭാ പരിധിയിൽ UDFും SDPIയും ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കടുവയെ പിടികൂടാനായി തിരച്ചിൽ ഇന്ന് തുടരും. പ്രദേശത്ത് കൂടുതൽ RRT സംഘത്തെ വിന്യസിച്ചാണ് തിരച്ചിൽ. മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ തിരച്ചിലിനായി എത്തിക്കും. തെർമൽ ഡ്രോൺ ഉപയോഗിക്കുന്നതും തുടരും. അതേസമയം സ്ഥലത്ത് ഇന്നലെ വൈകിട്ടും കടുവയെ കണ്ടതായും നാട്ടുകാർ പറയുന്നു. പഞ്ചാരക്കൊല്ലിയിൽ കടുവയെ പിടികൂടുന്നതിന്റെ ഭാഗമായി നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ജനുവരി 27 വരെയാണ് നിരോധനാജ്ഞ. നഗരസഭയിലെ പഞ്ചാരക്കൊല്ലി, പിലാക്കാവ്, ജെസി, ചിറക്കര ഡിവിഷനുകളാണ് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. തോട്ടം തൊഴിലാളിയായ രാധ ഇന്നലെ കാപ്പി പറിക്കാൻ പോകുന്നതിനിടെയാണ് കടുവയുടെ ആക്രമണത്തിനിരയായത്. വലിയ ജനരോക്ഷമുണ്ടായതോടെ കടുവയെ വെടിവെച്ച് കൊല്ലാൻ അറിയിപ്പ് ഇറക്കി. 11 ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി OR കേളു അറിയിച്ചു. രാധയുടെ ഭർത്താവ് അപ്പച്ചൻ വനം വാച്ചറാണ്. അനീഷ, അജീഷ് എന്നിവരാണ് രാധയുടെ മക്കൾ. മന്ത്രി നഷ്ടപരിഹാരം നൽകുമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.